ഇന്ന് നമുക്ക് വീട്ടിൽ വെച്ച് ഒരു അടിപൊളി ചോക്ലേറ്റ് സ്പ്രെഡ് റെസിപ്പി ഉണ്ടാക്കാം. അതിനാദ്യം ഒരു ഗ്ലാസ് കടല എടുത്ത് കഴുകി വാർത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ തുടച്ചെടുക്കുക. പിന്നീട് നമുക്കത് വറുത്തെടുക്കാം. നല്ലവണ്ണം പൊടിഞ്ഞു കിട്ടാനും കുക്കായി കിട്ടാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ വറക്കുന്നത്. ഇങ്ങനെ വറുത്തതിന് ശേഷം നമുക്കത് തണയാൻ വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. തണഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അത് നമുക്ക് നിർത്തി അടിച്ചെടുക്കാം. തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇത് നല്ല ഫൈൻ പൗഡറായി കിട്ടണം. ഇനി നമുക്ക് അതിലേക്ക് എത്ര ഗ്ലാസ്സാണോ കടലെടുത്ത്, ഒരു ഗ്ലാസ് അല്ലേ, അപ്പോൾ അതിൻ്റെ പകുതി പഞ്ചസാര നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ആ മിക്സീൻ്റെ ജാറിലേക്ക് ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യാം. പിന്നീട് അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്യാം. വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ച് നോക്കാം. പിന്നീട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടില്ല, 1/2 കപ്പേ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. ഓയിൽ ഒഴിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ആയി കിട്ടി. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കൂടാതെ പാലിലൊക്കെ കലർത്തി കഴിക്കുക, അല്ലാതെയും കഴിക്കാൻ നല്ല രുചിയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ 1 മാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.